എറണാകുളത്തെ CPM വനിതാ നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കും. കേസിലെ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അതേസമയം കേസിൽ ഒന്നും രണ്ടും പ്രതികളായ CK ഗോപാലകൃഷ്ണനും ഷാജഹാനും ഇന്നലെയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. വിവരങ്ങൾ ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ജിജീഷെ, ഈ KJ ഷൈൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന യൂട്യൂബർ ഷാജഹാൻ ആണെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാവാണെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നു. ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം? ജിജീഷ്. ഗൗതം, KJ ഷൈൻ നൽകിയ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച് തനിക്ക് നേരെ തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു KJ ഷൈൻ പരാതി നൽകിയത്. ഈ പരാതിയിൽ നിരവധി സമൂഹ മാധ്യമ അക്കൗണ്ട് ഉടമകളെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു പങ്കുവച്ച ആളുകൾക്കെതിരെയാണ് പ്രധാനമായും കേസെടുത്തത്. അത് പറവൂരിലെ പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണൻ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ആളുകളുടെ പേരിലെല്ലാം തന്നെ ഷാജഹാൻ, KN ഷാജഹാന്റെ പേരിലുമാണ് കേസെടുത്തത്. വീടുകളിൽ അവരുടെ ഫോണുകളടക്കം പിടിച്ചെടുത്ത് സൈബർ ഫോറൻസിക് പരിശോധന അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇന്ന് കൊണ്ടോട്ടി അബു എന്ന പേജിന്റെ അഡ്മിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നുണ്ട്. കൊണ്ടോട്ടി സ്വദേശി യാസിറിനെയാണ് ഇന്ന് അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യാസിറും ഇന്ന് ഹാജരാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയും അതുവരെ അന്വേഷണത്തോട് സഹകരിക്കാതെ മാറി നിൽക്കുകയും ചെയ്യുകയാണ്. ഇത് പാർട്ടിയിൽ തന്നെ CPM-നകത്തും ഒപ്പം തന്നെ മണ്ഡലത്തിലും എല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് KJ ഷൈൻ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആളുകളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകണം, പ്രധാനപ്പെട്ട തെളിവുകൾ പിടിച്ചെടുക്കണം എന്ന ആവശ്യം CPM ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഊർജിതമായി തന്നെയുള്ള അന്വേഷണത്തിലേക്ക് സൈബർ ഫോറൻസിക് വിഭാഗവും സൈബർ പോലീസും എല്ലാം കടന്നിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ പ്രാഥമികമായ വിവരശേഖരണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ എവിടെ നിന്നാണ് ഈ ഒരു വാർത്ത പുറത്തുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. തനിക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നും അതിന് പിന്നിൽ പറവൂർ കേന്ദ്രീകരിച്ച് ആണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും ഈ സൈബർ ആക്രമണത്തിന് ഇരയായതായി പരാതി നൽകിയിട്ടുള്ള KJ ഷൈനും ഒപ്പം തന്നെ KN ഉണ്ണികൃഷ്ണനും ആരോപിച്ചിരുന്നു. ഇവരുടെ ആരോപണങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു. ഒപ്പം തന്നെ സൈബർ പോലീസ് വിഭാഗവും ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തും സാങ്കേതിക ഉപകരണങ്ങളുടെ പരിശോധന നടത്തിയും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എറണാകുളത്ത് CPM വനിതാ നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ സൈബർ ആക്രമണ പരാതിയിൽ മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അതേസമയം കേസിൽ ഒന്നും രണ്ടും പ്രതികളായ CK ഗോപാലകൃഷ്ണനും ഷാജഹാനും ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത് ജിജീഷ് കരുണാകരനാണ്.